നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മോണോബ്ലോക്ക് ചില സമയത്ത് മോട്ടർ വർക്ക് ചെയ്യും, എന്നാൽ വെള്ളം എടുക്കാതെ വരും. ടെക്നീഷ്യൻ പറയും ഇതിന്റെ ഉള്ളിൽ എയർ കയറിയതാണ്, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആവും, എന്നിട്ട് നമുക്കിത് പമ്പ് ചെയ്യാം. ഈ കാണുന്നതാണ് ഫുഡ് വാൽവ്. ഇതൊരു നോൺ റിട്ടേൺ വാൽവ് ആണ്. അതായത് ഇതിൽ പുറത്തുനിന്ന് വെള്ളം അകത്തോട്ട് കയറും, ഒരിക്കലും അകത്തുള്ള വെള്ളം പുറത്തോട്ട് പോകില്ല. ഇതിൽ ഓൺ സൈഡ് മാത്രമേ വെള്ളം ഫ്ലോ ചെയ്യുള്ളൂ. ഒരു ടെക്നീഷ്യൻ ഈ ഒരു മോണോബ്ലോക്ക് പമ്പ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വെള്ളത്തിനകത്തോട്ട് ഈ ഫുഡ് വാൽവ് എന്ന് പറയുന്ന സാധനം പിടിപ്പിക്കും. അപ്പൊ നമുക്ക് ഈ പമ്പിന്റെ കേസിംഗ് മുതൽ ഈ ഫുഡ് വാൽവ് വരുന്ന ഒരു പൈപ്പ് ഉണ്ടാവും. ആ അത്രയും ദൂരത്തിൽ എയർ ഉണ്ടെങ്കിൽ, എയറിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ പമ്പ് വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ പമ്പിന്റെ പോർഷനിലുള്ള കംപ്ലീറ്റ് എയർ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കുന്നത്. ഈ വെള്ളം ഒഴിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൈമിംഗ് എന്ന് പറയും. ഈ ഒരു ഫുഡ് വാൽവ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും നമുക്ക് പ്രൈമിംഗ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത്. കാരണം പുറത്തുള്ള വെള്ളം മാത്രം ഇതിനകത്തോട്ട് കയറി വരും, അകത്തുള്ള വെള്ളം ഒരിക്കലും നമുക്ക് ഇതിൽ നിന്ന് പുറത്തോട്ട് വരത്തില്ല. ഇനി മോണോബ്ലോക്കിൽ നമുക്ക് രണ്ട് ടൈപ്പിലെ പമ്പുണ്ട്. ഒരു സെൽഫ് പ്രൈമിംഗ് പമ്പുണ്ട്, ഒരു നോൺ സെൽഫ് പ്രൈമിംഗ് പമ്പുണ്ട്. സെൽഫ് പ്രൈമിംഗ് പമ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രൈമിംഗ് പ്രോസസ്സ് ഈ പമ്പ് സെൽഫായിട്ട് തന്നെ ചെയ്യും, അത് സ്വന്തമായിട്ട് തന്നെ അങ്ങ് ചെയ്തോളും. അതിനാണ് നമ്മൾ സെൽഫ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് നമുക്ക് ഈ ഒരു കേസിംഗ് പോർഷനിൽ മാത്രം വെള്ളം നമുക്ക് ഒഴിച്ചാൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു പമ്പിന്റെ ഈ കേസിംഗ് മുതൽ താഴെ ഫുഡ് വാൽവ് വരെയുള്ള സ്ഥലത്ത് അത്രയും നമുക്ക് വെള്ളം നിറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു പമ്പില് താഴോട്ട് നമ്മൾ ഫുഡ് വാൽവ് യൂസ് ചെയ്തില്ലെങ്കിലും ഇത് പമ്പിങ് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ഒരു പോർഷനിൽ നമ്മുടെ ഫുഡ് വാൽവിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു വാൽവ് യൂണിറ്റ് നമ്മളിവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പമ്പിൽ നമ്മുടെ കേസിംഗ് മുതൽ താഴെ ഫുഡ് വാൽവ് വരെ വെള്ളം ഉപയോഗിക്കണം. കാരണം ഇതൊരു നോൺ സെൽഫ് പ്രൈമിംഗ് ആണ്. ഈ ഫുഡ് വാൽവിന്റെ ഉള്ളിൽ പൊടിയും വേസ്റ്റും ഒക്കെ കയറുന്ന സമയത്താണ് സ്ഥിരമായിട്ട് ഈ പ്രൈമിങ്ങിന്റെ ഇഷ്യൂസ് വരാറുള്ളത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പ്രൈമിംഗ് ഇഷ്യൂസ് ഒക്കെ വരാറുണ്ടോ? കമന്റ് ചെയ്യുക.